രാവിലെ തന്നെ കഥയൊക്കെ വെച്ച് കൊടുത്ത് ഊഞ്ഞാലിരുത്തിയിട്ട് പോയതാണേ. കുറച്ച് കഴിഞ്ഞ് വന്നു നോക്കിയപ്പോൾ ആളെ കാണാനില്ല കേട്ടോ. ദേ പുറത്തിറങ്ങിയിരുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ ഇഷ്ടം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ടേ. 4 കാലിൽ നടന്നു പോവേ. 4 കാലിൽ എന്ന് പറഞ്ഞാൽ 2 കാല് കുത്തി ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ പോവില്ലേ, അതൊക്കെ നല്ലൊരു പോസിറ്റീവ് സൈനാണ് കേട്ടോ. അപ്പോൾ ദേ എനിക്കാണെങ്കിൽ രാവിലെ നല്ല പണിയുണ്ടായിരുന്നു. കുഞ്ഞിനുമുത്തിനാണെങ്കിൽ രാവിലെ തന്നെ ചെറിയൊരു ദേഷ്യമാണേ. അപ്പോൾ ഞാൻ വേഗം വേഗം പണിയൊക്കെ തീർക്കുമായിരുന്നു കേട്ടോ. അൻപിക്കുട്ടി കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ജോലികൾ തീർക്കണം, കുഞ്ഞിനുമുത്തിന് കാപ്പി കൊടുക്കണം, അങ്ങനെ കുറേ പണികളെ. ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴെല്ലാം കുഞ്ഞിനുമുത്തി ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചില സമയത്തൊക്കെ നല്ലപോലെ കരയുന്നുണ്ടായേ. ഞാൻ പിന്നെ എന്താണെങ്കിലും അവന് കഴിക്കാൻ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പണി തീർത്തിട്ട് ചെന്നപ്പോഴത്തേനും അവിടെ കിടന്നു കേട്ടോ ആള്, ദേഷ്യം കയറിയിട്ട്. പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേനും ഏകദേശം ഒന്ന് ശാന്തമായിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓടി ചെന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് ശീലമായി പോവേ. അപ്പോൾ ഞാൻ അത്രയും അങ്ങോട്ട് മൈൻഡ് ആക്കില്ല. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കരച്ചിലൊക്കെ നിർത്തും കേട്ടോ. അപ്പോൾ പിന്നെ പല്ലൊക്കെ തേപ്പിച്ച് കാപ്പി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് ചെന്നേ. കാണാനുള്ള രസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ആൾ കഴിച്ചില്ല കേട്ടോ. ഞാൻ തന്നെ ഇഡ്ഡലി കഴിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ അടുത്ത പരീക്ഷണമായിട്ട് ചോറും നോൺ വെജ് ഇരിപ്പുണ്ടായിരുന്നു അവന് ഇഷ്ടമുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടി കൊടുക്കാമെന്ന് വെച്ചു. അതും എൻ്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. മണത്തൊക്കെ നോക്കി പിടിച്ചില്ല. എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് കേട്ടോ. ആൾ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ടേ നോക്കുള്ളൂ. നോക്കിയപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേ അവിടെ റിസീവർ വലിച്ച് അടിച്ചിട്ടേക്കുന്നു അന്നത്തെ പോലെ. പിന്നെ ഞാൻ ആ ചോറൊക്കെ എടുത്ത് മൂടി വെച്ചു. പിന്നെ എനിക്ക് തുണി വിരിക്കാനുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു രാവിലെ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വിശക്കാത്തതെന്ന് വിചാരിച്ചെന്നാൽ പിന്നെ പെട്ടെന്ന് തുണി വിരിക്കാമെന്ന് വെച്ചേ. ഭയങ്കര വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഇതിൽ നിന്ന് വിരിക്കാനുള്ളൊരു ഡ്രസ്സ് എടുത്ത് തലയിൽ ഇട്ടു കേട്ടോ. കാരണം അത്രയധികം ചൂടായിരുന്നേ. അപ്പോൾ അത് നനഞ്ഞ തുണിയെടുത്ത് തലയിട്ടപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി തിരിച്ചിറങ്ങി ചെന്നിട്ട് വേണം കുഞ്ഞിനുമുത്തിന് കഞ്ഞി കൊടുക്കാനായിട്ട്. ഞാൻ ചില സമയത്ത് അവന് വയറിനൊരു സുഖമില്ലാന്ന് തോന്നുമ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുവേ. ഇങ്ങനെ ചോറിൻ്റെ അകത്ത് തൈരൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം പോലെയാക്കിയൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ദേ നമ്മുടെ ആ മുറ്റം നോക്കി നല്ല രസമില്ലേ, റോഡ് നല്ല എസ് പോലെ ഇരിക്കുന്നല്ലേ. അപ്പോൾ എണ്ണ തേപ്പിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചേ. അപ്പോൾ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കഞ്ഞി കൊടുത്തത്. ഇതാൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനത്തെ കഞ്ഞിയെ.